ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ എന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ജോലി അന്വേഷിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ്, ആദ്യത്തെ അപ്ഡേറ്റ് ലബോറട്ടറി ടെക്നോളജിസ്റ്റിയാണ്. ഒത്തിരി ആൾക്കാർ ലബോറട്ടറി ടെക്നോളജിസ്റ്റിന്റെ വേക്കൻസി ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ളതാണ് വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ജസീന ഹ്യൂമൻ റിസോഴ്സ് ആണ് കേട്ടോ. പിന്നെ ഹമ്മദ് ഹോസ്പിറ്റലിലേക്കാണ് ലബോറട്ടറി ടെക്നോളജിസ്റ്റ്. അതിന്റെ ഏതിലേക്കാണ്? ഫെർട്ടിലിറ്റി IVF ലാബ്, അതിലേക്കുള്ള ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ആണ് കേട്ടോ. എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചിലർ ഡിഗ്രി ഇൻ ബയോമെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ ലബോറട്ടറി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലുള്ള ബാച്ചിലർ ഡിഗ്രി, അതാണ് അവർ. പാത്തോളജി സയൻസ് ഇതിലേക്കുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അത് ഫെർട്ടിലിറ്റിയിൽ ആൻഡ്രോളജി IVF ലാബ് ഇതിലേതെങ്കിലും ഉള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് റിക്വയർമെന്റ്സും സ്കിൽസും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ IVF ലാബൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്കിൽസും എക്സ്പീരിയൻസും ഒക്കെയാണ് അവർ അതിനകത്ത് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ എക്സ്പീരിയൻസും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉള്ള ആൾക്കാർ ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അടുത്ത വേക്കൻസി ഹമ്മദ് ഹോസ്പിറ്റലിന്റെ ആണ് കേട്ടോ. ഹമ്മദ് ഹോസ്പിറ്റലിൽ ഒരുപാട് പേര് പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ പ്രാക്ടീഷണേഴ്സിന് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഹമ്മദ് ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ അവർ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ്. അത് അവർ ഇന്ന് വീണ്ടും റിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ റിക്വയർമെന്റ്സ് വെച്ച് കഴിഞ്ഞാൽ MBBS കഴിഞ്ഞവർക്കും MD കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. പ്ലസ് MBBS പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് 5 വർഷത്തെ എക്സ്പീരിയൻസും വേണം കേട്ടോ. ക്ലിനിക്കില് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ നോളജ് ഉണ്ടായിരിക്കണം എന്ന് അവരുടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ MBBS കഴിഞ്ഞ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർ ഹമ്മദ് ഹോസ്പിറ്റൽ സൈറ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ 2 വേക്കൻസിയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പ്രൈവറ്റിലേക്കാണ്. QCHP ലൈസൻസ് MBBSഉം QCHP ലൈസൻസ് എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. ഒരു വേക്കൻസി ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ ലൊക്കേഷൻ വക്ര, നൈറ്റ് ഷിഫ്റ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോയിൻ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് വാട്സപ്പ് നമ്പർ ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ കമന്റ് ചെയ്താൽ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ 2 വേക്കൻസി കണ്ടിട്ടുണ്ട് കേട്ടോ GPയുടെ. അപ്പൊ ആരെങ്കിലും ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഫോർവേഡ് ചെയ്ത് തരാം. പിന്നെ അടുത്ത വേക്കൻസി റിസപ്ഷനിസ്റ്റിന്റെ ആണ്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് ഹയർ ചെയ്യുന്നത്. 2 വേക്കൻസി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും റിസപ്ഷനിസ്റ്റിന്റെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. കറന്റ്ലി ബേസ്ഡ് ഇൻ ഖത്തർ, എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഓറൽ ആൻഡ് റിട്ടൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് എക്സ്പീരിയൻസ് ആസ് റിസപ്ഷനിസ്റ്റ് ഓർ കസ്റ്റമർ സർവീസ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസും സ്കിൽസും ഒക്കെ ഉള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുക. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ അക്കൗണ്ടന്റിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ട്. അവരുടെ വാട്സപ്പ് നമ്പറൊക്കെ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് അക്കൗണ്ടിങ്ങില് ഡിഗ്രി മെയിൽ കാൻഡിഡേറ്റിനാണ് കേട്ടോ. ഇന്ത്യൻസിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി വേണം അക്കൗണ്ടിൽ. 2 to 4 ഇയേഴ്സ് അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടാലിയിലും ക്യുക്ക് ബുക്കിലും സാപ്പിലും ഒക്കെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ളവർ, ട്രാൻസ്ഫറബിൾ വിസ വിത്ത് NOC ഉള്ളവർ, അക്കൗണ്ടന്റിന്റെ ജോബ് നോക്കുന്നവർ അപ്ലൈ ചെയ്യാം. ഇൻഫർമേഷൻ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അതിന്റെ വാട്സപ്പ് നമ്പറൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഹമ്മദ് ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റിന്റെ ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ അവർ ഇന്ന്, അതായത് 17/11/2025 ഒരു വേക്കൻസി കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിസിഷ്യൻ അസിസ്റ്റന്റും ഇന്ന് അപ്ഡേറ്റ് ചെയ്ത വേക്കൻസിയാണ് കേട്ടോ. അതുപോലെ തന്നെ മാനേജറിന്റെ ഒരു വേക്കൻസി ഇന്ന് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ മാസം അവർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വേക്കൻസി. അത് പിന്നെ അവർ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാനേജർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ആർക്ക് അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹോട്ടൽ മാനേജ്മെന്റിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പോസ്റ്റാണ് കേട്ടോ, മാനേജർ പോസ്റ്റിലേക്കാണ്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് പ്ലസ് 4 years എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 3 വർഷം പിന്നെ എന്താണ് ഗസ്റ്റ് റിസർവേഷനിലെ എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ എന്താണ് ഗസ്റ്റ് റിലേഷനിലെ എക്സ്പീരിയൻസ്, അങ്ങനെ ഫുഡ് ആൻഡ് ബിവറേജസിലേക്കുള്ള എക്സ്പീരിയൻസ് 3 വർഷത്തിൽ 4 വർഷമാണ് ടോട്ടൽ വേണ്ടത്. അതിൽ 3 വർഷം ഇത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് വേണം ഗസ്റ്റ് സർവീസിലൊക്കെ. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിൽ, അറബിക്ക് അറിയാമെങ്കിൽ അതൊരു പ്ലസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് സിസ്റ്റത്തിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണമെന്ന് അതിലവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല എക്സ്പീരിയൻസും പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പോസ്റ്റാണ്. അഹമ്മദ് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ അവർ ഇന്ന് അപ്ഡേറ്റ് ചെയ്ത വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ അറിയുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വേക്കൻസി. അപ്പോൾ ജോലി അന്വേഷിക്കുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക, അല്ലാത്തവർ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.